ഹായ് ഓൾ, വെൽക്കം ടു ഐഡവ്. നമ്മൾ ഇന്ന് CSSലെ വിഡ്ത്ത്, ഹൈറ്റ്, പിന്നെ ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിവ് മെയിൻ എന്ന് പറയുന്ന ഈ ഒരു ഡിവിന് ഞാനിവിടെ ഒരു ബോർഡർ സെറ്റ് ചെയ്യുന്നു ഫസ്റ്റ്. ദെൻ ഞാൻ വിഡ്ത്ത് സ്പെസിഫൈ ചെയ്യാൻ പോവാണ്. വിഡ്ത്ത് എനിക്ക് പെർസെൻറ്റേജിൽ കൊടുക്കാം, പിക്സലിൽ കൊടുക്കാം, അതുപോലെ വ്യൂ പോർട്ട് വിഡ്ത്ത് ഉണ്ട്, അങ്ങനെ സെൻറ്റിമീറ്റർ ഉണ്ട്, അങ്ങനെ പല രീതിക്ക് കൊടുക്കാം. നമ്മൾ നോർമലി പിക്സലും പെർസെൻറ്റേജും ആണ് യൂസ് ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പം ഞാനിവിടെ 100 പിക്സൽ കൊടുത്തു, ഞാനൊരു 500 പിക്സൽ കൊടുത്തു. ദെൻ ഹൈറ്റും ഞാനൊരു 500 പിക്സൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതുപോലൊരു ഡിവ് വന്നിട്ടുണ്ട്. ഈ ഒരു ബ്രൗസർ ചെറുതാവുന്നതിനനുസരിച്ച് എനിക്കിവിടെ ഒരു ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ വരും. അതായത് ഈ കണ്ടന്റ് ഓവർഫ്ലോ ആവുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നമ്മൾ മാക്സ് വിഡ്ത്ത് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു സ്മോൾ വിൻഡോസിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, കണ്ടോ, ഇവിടെ ആ ഒരു കണ്ടന്റ് ഇവിടെ കിടപ്പുണ്ട്. നോർമലി വിഡ്ത്ത് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ ഒരു ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ നമുക്ക് വരും. കണ്ടോ, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാർ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ തന്നെയാണ് ഹൈറ്റും. മിൻ ഹൈറ്റും മാക്സ് ഹൈറ്റ് കൊടുക്കാം, അതുപോലെ തന്നെ മിൻ വിഡ്ത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വിഡ്ത്തും ഹൈറ്റും എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഒരേ എലമെന്റിന് വിഡ്ത്ത് രണ്ടും സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ മാക്സ് വിഡ്ത്ത് 200 പിക്സലും കൊടുത്തു, പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് 500 പിക്സലും കൊടുത്തു. ഇവിടെ വിഡ്ത്ത് മാക്സ് വിഡ്ത്തിനേലും വലുതാണ്. അതുകൊണ്ട് വിഡ്ത്തിനെ ഇഗ്നോർ ചെയ്തിട്ട് നമ്മളുടെ ഡിവിന്റെ വിഡ്ത്ത് വരുന്നത് 200 പിക്സൽ ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അതായത് വെൻ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇസ് ഗ്രേറ്റർ ദാൻ വെൻ വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ മാക്സ് വിഡ്ത്ത് ആണെങ്കിൽ വിഡ്ത്ത് ഗ്രേറ്റർ ദാൻ മാക്സ് വിഡ്ത്ത് ആണെങ്കിൽ ആ പർട്ടിക്കുലർ എലമെന്റ് എടുക്കുന്നത് മാക്സ് വിഡ്ത്ത് ആയിരിക്കും, ആൻഡ് വിഡ്ത്തിനെ അത് കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യും. ഓക്കെ, അപ്പോൾ അതൊന്നും ഓർത്ത് വയ്ക്കുക. പിന്നെ നമ്മൾ പറയുന്നത് CSSലെ ഔട്ട്ലൈൻ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാനൊരു 3 പിക്സൽ കൊടുത്തു, ഇത് വന്നിട്ടുണ്ട്. ഔട്ട്ലൈൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോർഡറിന്റെ പുറത്ത് ഉണ്ടാവുന്ന ഒരു ലൈനാണ്. അതായത് ഒരു എലമെന്റിന് ചുറ്റും ബോർഡറിന്റെ പുറത്ത് വരുന്ന ഒരു ലൈനാണ് നമ്മൾ ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ ഞാനിവിടെ ഔട്ട്ലൈൻ ഫസ്റ്റ് വരുന്നത് ഔട്ട്ലൈൻ ബോർഡർ പോലെ തന്നെ, ബോർഡർ സ്റ്റൈല് കൊടുക്കുന്ന പോലെ തന്നെ ഔട്ട്ലൈൻ സ്റ്റൈല് വരുന്നുണ്ട്. ഔട്ട്ലൈൻ സ്റ്റൈല് എല്ലാം വരുന്നുണ്ട്. ഡാഷ്ഡ്, ഡോട്ടഡ്, ഗ്രൂവ്, ഡബിൾ, ഹിഡൻ. ഓക്കെ, നമ്മൾ ബോർഡറിൽ പഠിച്ചിട്ടുള്ള എല്ലാ പ്രോപ്പർട്ടീസും ഇതിന് വരുന്നുണ്ട്. ഞാനിവിടെ സോളിഡ് തന്നെ കൊടുക്കുവാണ്. ഓക്കെ, സോളിഡ് കൊടുത്തു. സ്റ്റൈല് കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ട്. ഒന്നും ഞാൻ കളറൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. ബോർഡറിന്റെ പുറത്തായിട്ടുള്ള ആ ഒരു എലമെന്റിന് ചുറ്റുമുള്ള ഒരു ലൈനാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ കളർ സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ കളർ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഔട്ട്ലൈൻ കളറിന്റെ അകത്ത് നമുക്ക് കളർ നെയിം ആയിട്ട് കൊടുക്കാം, RGB ആയിട്ട് കൊടുക്കാം, ഓക്കെ, പിന്നെ ഹെക്സ് വാല്യൂ ആയിട്ട് കൊടുക്കാം, അങ്ങനെ ഏത് രീതിക്ക് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഞാനിവിടെ RGB ആയിട്ട് ജസ്റ്റ് കൊടുത്ത് കാണിക്കാം. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഇത് കാണില്ല, ഇത് ഞാനിവിടെ ബ്ലാക്ക് ആയിട്ട് കൊടുക്കാം. ബോർഡർ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്, കണ്ടോ. അപ്പൊ ഇതാണ് ഔട്ട്ലൈനിന്റെ കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഔട്ട്ലൈൻ കളർ. ദെൻ പിന്നെ വരുന്നത് ഔട്ട്ലൈൻ വിഡ്ത്ത്. നമ്മൾ ബോർഡറിന്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യുന്നത് പോലെ ഔട്ട്ലൈന് വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഔട്ട്ലൈനിന്റെ വിഡ്ത്ത് ഞാനിപ്പോൾ ഒരു 8 പിക്സൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഔട്ട്ലൈൻ സ്റ്റൈലും കളറും വിഡ്ത്തും എല്ലാം കൂടി ഒറ്റൊരു പ്രോപ്പർട്ടിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഔട്ട്ലൈൻ എന്ന് പറയുന്ന ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇതെല്ലാം കൂടി യൂസ് ചെയ്യാം. ബോർഡർ പഠിക്കുമ്പോൾ ബോർഡർ എന്ന് പറയുന്ന ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടിയുടെ അകത്ത് ഫസ്റ്റ് വിഡ്ത്ത്, ദെൻ സ്റ്റൈല് ആൻഡ് ദെൻ കളർ. അതേ രീതിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ഞാൻ ഈ ഒരു പോർഷൻ കമന്റ് ചെയ്തിട്ട് ഇവിടെ 4 പിക്സൽ സോളിഡ് റെഡ് എന്ന് കൊടുക്കും.
ഓക്കെ, അപ്പോൾ കണ്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഷോർട്ട് ഹാൻഡ് പ്രോപ്പർട്ടി. പിന്നെ വരുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്, അത് നമുക്ക് ഔട്ട്ലൈൻ ഓഫ്സെറ്റ് ആണ്. അതായത് നമ്മളുടെ ആ ഒരു പെർട്ടിക്കുലർ ബോർഡർ, അതായത് ഈ ഒരു ബ്ലാക്ക് പോർഷനും അതുപോലെ തന്നെ ഈ ഒരു റെഡും, അതായത് ഔട്ട്ലൈനും തമ്മിലുള്ള ഡിസ്റ്റൻസ് എനിക്ക് ഇതിപ്പോൾ അതിനോട് ചേർന്ന് കിടക്കുകയാണ് ബോർഡറിനോട്. ആ ഒരു ഡിസ്റ്റൻസിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഓഫ്സെറ്റ് എന്ന് പറയുന്ന, ഔട്ട്ലൈൻ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി വരുന്നുണ്ട്. ഞാനൊരു 15 പിക്സൽ കൊടുത്തു. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.